guys, welcome back to B-Dogs. ഇന്നത്തെ ചാലഞ്ച് നോ ബ്രെയിൻ ചാലഞ്ച്. ബ്രോയ്ക്ക് ബ്രെയിൻ ഇല്ല. ബ്രെയിൻ ചാലഞ്ച്. ബ്രെയിൻ ഇല്ലാത്തൊരു കളിക്കണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കളിച്ചു. ഞാൻ ഇവിടെ വീഡിയോടെ തുറക്കത്തില്ല ഇങ്ങനെ മാസം അടിക്കില്ല ബ്രോ. പ്ലീസ് 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 ബ്രോ പറഞ്ഞോണ്ട് ഞാൻ മാസം അടിക്കുന്നില്ല. ബ്രെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐപാഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിക്കും. അതിന്റെ ഉത്തരം ആദ്യം ആര് പറയുന്നു നേരെ വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ വീഡിയോയിലേക്ക് കളിക്കാൻ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കുക. സബ്സ്ക്രൈബ് റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? യെസ്, ലെറ്റ്സ് ഗോ. വാട്ട്സ് റോങ് ഇൻ ദിസ് കിച്ചൺ പിക്ചർ? ആ ബൗളിനകത്ത് ഇത് മരം ജഗ് അതല്ല എനിക്ക് കിട്ടി പറഞ്ഞു പറഞ്ഞോട്ടാ ഇനി പറയില്ല. എന്താ മക്കളെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തിട്ടാ തേങ്ങ പൊക്കണം. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തിട്ടാ മറ്റേ തൂക്കണ സാധനങ്ങളൊക്കെ ഞാൻ വിചാരിച്ച ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മറ്റേ ഞാൻ അതേണ്ടത് കണ്ട്. ആരാണ് ആ കൊച്ചിന്റെ അമ്മ? ഫസ്റ്റ് വൺ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ആണ്. നിങ്ങൾ പറയുന്നത് ഹെയറിന്റെ വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായി. ആണോ? സംതിങ് എന്നാ പിന്നെ ബ്രോ കണ്ടുപിടിക്കട്ടെ. മാറ്റി പറയുന്നുണ്ടോ? ബ്രോ ക്രൂ അങ്ങനെ ചോദിച്ചാൽ തന്നെ അറിഞ്ഞു. ഞാൻ കറക്റ്റായി ഉത്തരം അത് തെറ്റാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആൻസർ ചെയ്യണില്ല. അതിന് ഫസ്റ്റ് ഞാൻ തോന്നുന്നുണ്ട്. കൈവക്കി ആൻസർ പറഞ്ഞിട്ടില്ല. ഇല്ല ഞാൻ പറയാം അത് തന്നെ ആൻസർ. ആൻസർ മൂന്നാമത്തെ പെണ്ണാണ്. അതായത് അതെന്താ അതിന്റെ ടൈപ്പാ. യെസ്, മുടി കളർ ചെയ്യാനോ? അയ്യോ കൊച്ചിന് പിന്നെ പാമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് ചെറിയ നോയ്സും കാര്യങ്ങളും ഉണ്ടാവും. ക്ഷമിക്കാം. What is the next in this sequence? കുറച്ചേരം നോക്കിയിരിക്കണം എന്നാലും കിട്ടുള്ള സാധനം. 1 2 3 4 5 6 7 8 9 10 11 10 11 12ാമത്തെ എന്താ? 12ാമത്തെ ഒരു വർഷം. ഒരു വർഷത്തിൽ 365 ഡേയ്സ് ഉണ്ട്. മൂന്ന് ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഡേയ്സ് മാത്രമല്ല, മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്. ഒരു മാസം 12. എനിക്ക് കിട്ടി. അയ്യോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 12 എന്ന് പറയുമ്പോ 5 5 അത് 6 5 5 നാരായണ ഹരി. എല്ലാം ഞാൻ പറഞ്ഞു. ബ്രോ ഒന്ന് പറയൂ. പുറകിന്ന് 12 നോക്കിക്കടാ. അപ്പൊ 12 അല്ല എനിക്ക് അതിനൊക്കെ മുമ്പ് കത്തി തോന്നുന്നുണ്ട്. തേങ്ങ കത്തിയ ഒരു തേങ്ങ പറഞ്ഞ് തൊലയ്ക്കാമോ ഒന്നെങ്ങാനും. എന്തോ ഈ ഇറിറ്റേഷൻ തരുന്ന സണ്ണ് കഴിഞ്ഞാ പിന്നെ സിസ്റ്റർ അടിക്കും. അയ്യടാ ഡി പറ ഒരു മൈനസ് കുറച്ച് തരാം. ഡി പറ ഡി ഡോക്ടറിന്റെ ഡി പറയടാ. ഡോക്ടറിന്റെ ഡി അല്ല, ഡിസംബറിന്റെ ഡി. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. ഒന്നും പറയാണ്ട് വേറെ സമയം കളഞ്ഞു മണ്ട. എന്തെങ്കിലും ട്രൈ ചെയ്യുന്നായിരുന്നു. എന്തെങ്കിലും ലെറ്റർ പറഞ്ഞാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the mother? Who's the mother? ലെഫ്റ്റ് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. ബ്രോ എന്താ ഓറഞ്ച് മുടി കണ്ടിട്ടല്ലേ? അതല്ല എന്തായാലും ആൻസർ. 2 ഐസ്ക്രീം കൊണ്ടുവരുന്ന ചോദിച്ചു. അല്ല എനിക്ക് തോന്നുന്നുണ്ട് ആ 2 ഐസ്ക്രീം കൊണ്ടുവരുന്നത്. കാരണം ആ കയ്യിലെ പാട് ആ പിള്ളേർക്കും വന്നിട്ടുണ്ട് 2 കയ്യിലും. ആൻസർ ഈസ് റൈറ്റ് സൈഡ്. കയ്യിലെ പാടാണ്. നീ എന്തുകൊണ്ടാ പറഞ്ഞേ? ഞാൻ ആ 2 ഐസ്ക്രീം ഇയാള് പറഞ്ഞ 2 ഐസ്ക്രീം അല്ലല്ല ബ്രോ എന്താ പറയാ തെറ്റിക്കാൻ വേണ്ടിട്ട് നിന്നോട് ഐസ്ക്രീം എന്ന് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര തെറ്റുണ്ടാവും അത്രയും തെറ്റിക്ക് പോയിന്റ്സ് ഉണ്ടാവും. ഓരോ തെറ്റ് കണ്ടുപിടിച്ചാൽ ഓരോ പോയിന്റ്. ഫസ്റ്റ് ക്ലോക്ക് 12 1 1 2 അല്ല വന്നേക്കണ്. അവിടെ 11 12 സംതിങ് വന്നേക്കണം. അതിനകത്ത് സൺഡേയില് മാത്രമല്ല റെഡ് മാർക്ക് വന്നേക്കുന്നത്, മറ്റേ കലണ്ടറിൽ സാറ്റർഡേയിലും വന്നിട്ടുണ്ട്. അപ്പൊ സാറ്റർഡേ അത് ശരിയാണ്. ആ ടേബിളിന്റെ പൊക്കത്തിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ പൊക്കത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. ത്രികോണ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അല്ല അതല്ല, അയ്യോ ത്രികോണ ഷേപ്പ് അല്ലായിരുന്നു അത്. അപ്പൊ അതൊരു മൈനസ് ഇട്ടാ. അപ്പൊ നിന്റെ 0 ആയി. ഓക്കെ ഒന്നുകൂടെ ജൂണിൽ 30 ദിവസമുള്ളൂ, 31 ദിവസം അതിനകത്തുണ്ട്.
കാലണ്ടറിൽ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ മാർക്ക് ചെയ്തിട്ടില്ല. അതല്ല, ഞാൻ കുറച്ച് സൂം ആക്കിയേ. കാലുകളുടെ ഇത് ഷേപ്പ് ഇങ്ങനെ ഇരിക്കണ കാലും മറ്റോണം ഇരിക്കണത് ഇങ്ങനെ ഇരിക്കണ. അല്ല അതല്ല. അപ്പൊ ബ്രോ വേറെ എന്താ പറഞ്ഞത്? ഷൂ. ഈ ഷൂ കുറച്ച് ഇതായിട്ടിരിക്കുന്നത്, മറ്റേത് വേറെ ഇതാണ്. അതിന് ഞാൻ ഉദ്ദേശിച്ചത് ബ്രോ ഇനി അത് പറയണ്ട. ബ്രോ എന്തിനാ ഇങ്ങനെ കള്ളത്തിന് പറഞ്ഞത്? അപ്പൊ ബ്രോ എത്ര തെറ്റ് പറഞ്ഞു? ഒരു തെറ്റും പറഞ്ഞ് പോയിന്റ് ഇല്ല. അപ്പൊ പോയിന്റ് പോയിന്റ്. നീയാ? എനിക്കൊരു ശരി. എനിക്ക് 2 ശരി 1 തെറ്റ്. അപ്പൊ ഒരു പോയിന്റ്. Who is the killer? ഫസ്റ്റ് വൺ. കാരണം ഇപ്പൊ മറ്റേ രണ്ടുപേരും കൊല്ലുവാണെങ്കിൽ തന്നെ രക്തം വരും. അവൻ കരുത്ത് ഇതാക്കി കൊന്നോണ്ട് രക്തമില്ല. ആൻസർ എ ആണ്. കഴിച്ച് എനിക്ക് കൊന്നത്, രക്തമൊന്നുമില്ല. നെക്സ്റ്റ് വൺ. Who is left handed? ആ മോർഫ് പിടിച്ചിരിക്കുന്ന ആള്. അതെങ്ങനെയാടാ ലെഫ്റ്റ് സൈഡല്ലേ അവൻ തൂക്കുന്നത്? അവന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോ അവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പെണ്ണ് ആ ഇത് പിടിച്ചാണ് ക്യാമറയാ? അല്ല, ഈ ഒരു ഇതെടുക്കുക. കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് സർവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണാറക്കണ്ണൻ ബ്രോ ഡൈവേർട്ട് ആയില്ലേ? 2 കയ്യിലും പിടിച്ചാൽ എനിക്കില്ല. ഇല്ല, ക്യാൻസർ ലെഫ്റ്റ് ഹാൻഡേ ഇല്ല. ലെഫ്റ്റ് ഹാൻഡർ. അപ്പോ ലെഫ്റ്റ് ഹാൻഡഡ് ഇല്ല, അതില്ല. അതാണ് ആൻസർ. അതന്നെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the killer? ആരാണ് കൊലപാതക? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ. റൈറ്റ് ചെയ്ത പയ്യൻ. ആൻസർ പറയട്ടെ. ആൻസർ ഈസ് റൈറ്റ്. അവന്റെ ഉടുപ്പിന്റെ കൈ ഉണ്ട്. നെക്സ്റ്റ് വൺ. Who is the ghost? അടുക്കത്ത ഈ മൂന്നാമത്തെ റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലെ നടുക്കത്തെ ആയിരിക്കും. ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ചിലപ്പോ പറയാൻ പറ്റത്തില്ല. കണ്ണില്ലടാ അവന്, കണ്ടില്ലേ? എടാ അതെന്താ ഒരു കണ്ണുകളെ? നീ നടക്കണ അല്ല അതെന്താ കണ്ണെങ്ങനെ നടക്കുന്നതിന്റെ? അതാ ഇങ്ങനെ പെട്ടെന്ന് നടക്കത്ത ഞാൻ വിട്ട്. അത് നടക്കുന്ന ആൻസർ ഈസ് റൈറ്റ് സൈഡിൽ. അറിയാം. കാരണം കാലകത്തോടെ വന്നാക്കുന്ന ബെഞ്ചിന്റെ കാല് ബെഞ്ചിന്റെ അകത്തൂടെ വന്നു. ശ്രദ്ധിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is that? സെക്കൻഡ് വൺ. റൈറ്റ് തേർഡ്. Third one. ബ്രോ ഏതാ പറയുന്നത്? കാരണം എന്തെന്നറിയോ? ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ബ്ലഡ് അധികം വരുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച പിടിച്ച കൂടുതൽ. കാരണം എന്നറിയോ? അത് മാത്രല്ല, അത് പുഴു അരിച്ചിട്ട് തുള വന്നിട്ടുണ്ട് കണ്ടാ രണ്ടാമത്തേല്. അങ്ങനെ അത് കാരണം അങ്ങനെ അല്ലേലും വരാനും സാധ്യതയുണ്ട്. ചത്ത് ചീഞ്ഞതിനാണ് ഈച്ച വരത്തുള്ളൂ. ഇല്ലില്ല, പഴുത്തതിന്റെ അടുത്ത് ഈച്ച വരും. Answer നടക്കട്ടെ. അതാണ് ചത്ത് ചീഞ്ഞതിന്റെ അകത്താണ് ഇത് വരത്തുള്ളൂ, ഈച്ച വരത്തുള്ളൂ. Which teacher is dead? ആ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്ന ടീച്ചർ. തോറ്റു? ആൻസർ റെഡ് ടീഷർട്ട് ഇട്ടിട്ടുണ്ടാണ്. അതിന്റെ കാര്യം എന്താ? കാരണം ആ ഇതുണ്ട് സാൻഡ്വിച്ച് പഴകിയതാണ്. അത് ലൈക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള സാധനങ്ങൾ പോലെ ഉണ്ട്. എന്തെങ്കിലും ചത്തുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ് സേഫസ്റ്റ് എന്ന് പറഞ്ഞത്? 2 ഫോട്ടോ ഉണ്ട്. ഇതിൽ സേഫ് ആയിട്ടിരിക്കുന്നത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പറഞ്ഞു. ലെഫ്റ്റ്. ഇല്ല സേഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള സെക്കൻഡ് പിക്ചർ. കാരണം അല്ല, സേഫസ്റ്റ് അല്ലാത്തത്. സേഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് പിക്ചർ തന്നെ. നെക്സ്റ്റ് വൺ. ഈ പിക്കില് സേഫസ്റ്റ് പേഴ്സൺ ആരാണ്? കാറിൽ ഫോൺ ചെയ്യുന്ന ആള്. അവന്റെ നമ്പർ പോലും കൊടുത്തുള്ള കാറിൽ ഫോൺ ചെയ്യുന്ന ആളുടെ നമ്പറാണ് ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ സേഫസ്റ്റ് പേഴ്സൺ എന്താ ബെസ്റ്റ് ബിലോന്നല്ലേ കാണിച്ചു നമ്പർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആൻസർ ഈസ് കാറിൽ പോണ ആളാണ് സേഫസ്റ്റ് പേഴ്സൺ. Which coin touches the bottom first? വിട്ടോ? ഫാരൻഹൈറ്റിൽ തണുത്തിരിക്കുമ്പോ കോയിൻ താഴത്തോട്ട് എത്തൂല. ചൂടായതുകൊണ്ട് പടയെന്ന് എത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദി പസിൽ. ഇതൊരു വേർഡ് പറയുന്നുണ്ട്. വേർഡ് അല്ല, ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അത് എന്ത് സെന്റൻസ് ആണെന്ന് പറയണം. 1 hour stand. വിട്ട് 1 night stand. അയ്യോ 1 night. ഞാൻ പറഞ്ഞേ 1 night stand എന്ന്. കുതിര ഏത് ഷേപ്പിലാ പോവാന്നറിയോ? ചെസ്സില് എൽ ഷേപ്പില്. ബ്രോക്ക് ചെസ് കളിക്കാറിയോ ബ്രോ? അത് വൈറ്റ് മൂവ് ചെയ്യും. ബടന്മാരാണെങ്കിൽ 2 സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമുണ്ട്, പിന്നെ സിംഗിൾ സ്റ്റെപ്പ്. ആനയാണെങ്കിൽ നേരെ മാത്രം, നേരെയും സൈഡ് മാത്രം. ഏതാന ഈ ചട്ടത്ത് നിൽക്കുന്നത് 2 സൈഡത്തെ ഈ ചട്ടത്ത് നേരെ ലെഫ്റ്റ് മാത്രം. അതല്ല ആന, അതാണ് തേര്. ഓക്കെ, ആന കോൺ പോകുന്നത്. തേരാണ് കോൺ പോണത്. ഓക്കെ സൂപ്പർ. തേരാണ് കോൺ ഞാൻ പറയുന്നു തേരാണ് നേരെ ലെഫ്റ്റിൽ നേരെ തേരാണ് കോൺ പോണത്. ആന നേരം ഇത് മാത്രം പോവുള്ളൂ. അല്ല ബ്രോ, ഈ കോൺ എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇത് ചെസ് ബോർഡാന്ന് വെച്ചോ. ഈ മൂലക്ക് ഈ മൂലക്കിലേക്ക് വരുന്ന ഈ അറ്റത്ത് ഈ 2 അറ്റത്ത് നിൽക്കുന്നതാണ് ആന. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് തേര് ഇങ്ങനെ പോണത്. ബ്രോക്കർ കാണിച്ചത് ഇതുണ്ടോ?
ഇതുണ്ട്, ഇതാണ് തേര്, അതാണ് ആന. ഇതാ അതാണ് ആന. ഇതാണോ ആന? അതാണ് ആന. അത് കഴിഞ്ഞിട്ട് ക്യൂവിന്റെ അപ്പുറത്തുള്ളതാണ് തേര്. ഏത്? ഞാൻ പറഞ്ഞതാണ്. ഇതാണോ ആന? അതാണ് ഇത് തേര്. അത് ആനയാടാ മണ്ട. അതാ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക്. അലിഞ്ഞ മോണ്ട അതുവരെ എന്തായിരുന്നു അവന്റെ ഇത് വർത്താന? ചെറിയ പേരിൽ വ്യത്യാസം വന്നുപോയി. തോപ്പിക്കാൻ പറ്റുമോ? ആരും നീയേ പോയി ആദ്യം ആനും തേരൊക്കെ പോയി ആദ്യം പഠിച്ചിട്ട് വാ. എന്നിട്ട് ഇനി ഫ്രണ്ടിലുള്ള ആളുടെ പേര് പെട്ടെന്ന് പിന്നെ ആരെ പഠനമല്ലാതെ സോൾജിയോ. സോ ഗൈസ്, അപ്പൊ ഇപ്പോഴത്തെ പോയിന്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്വിൻ BCB വന്നിട്ട് -2. അല്ല, ജക്ടർമൈമി ആദ്യം എന്തോ പറഞ്ഞായിരുന്നു, ഈ കളി ജയിക്കുവാണെങ്കിൽ കറക്റ്റ് ആണെന്ന്. നമ്മളെ പലതും കറക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മളും കയറിയാനെന്ന്. സോ ഗൈസ്, അപ്പൊ എന്തായാലും ജക്ടർമൈമിക്ക് 1 പോയിന്റ് ആൻഡ് എനിക്ക് 3 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിന്നർ ഞാൻ തന്നെയാണ്. ആനും കാര്യം പറയുന്നത് കുറച്ച് ബുദ്ധിയുള്ളവർ കളിക്കണത്. അത് കളിക്കണവര് ഇവൻ ചെയ്യാൻ പറയാം, ആനേനെ എടുത്ത് സൈഡിൽ കൊടുക്കും. അപ്പൊ ഓപ്പോസിറ്റ് കളി ഇത് തേങ്ങ കൊമ്പന്റെ കൂടെ കളിക്കുമ്പോ ആള് തേരെടുത്തിട്ട് ആനയുടെ മൂവ്മെന്റ്. ഓപ്പോസിറ്റ് കളി ഇത് നീ എനിക്ക് നാട്ടുകാർക്ക് സോറി ഫ്ലാറ്റ് മാറി പോയി ബ്രോ വല്ല പാമ്പും കോണി കളിക്കാൻ പോകും. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ